അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് മാഗ്നറ്റിസം ആൻഡ് ഗോസസ് ലോ. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഗോസസ് ലോ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മാഗ്നറ്റിസത്തിൽ നമുക്ക് എന്തുണ്ട്, ഒരു ഗോസസ് ലോ ഉണ്ട്. അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു മാഗ്നറ്റ് എടുക്കുകയാണ്. ഇതാണ് മാഗ്നറ്റ്. നമുക്കറിയാൻ പറ്റും ഈ മാഗ്നറ്റിന് രണ്ട് പോളുകളുണ്ട്. ഒരു പോൾ നമ്മൾ നോർത്ത് പോൾ എന്ന് പറയും, മറ്റു പോളിന് സൗത്ത് പോൾ എന്ന് പറയും. അപ്പോൾ ഈ മാഗ്നറ്റിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതാണ് ഞാൻ ഇപ്പോൾ വരയ്ക്കാൻ പോകുന്നത്. അത് നോർത്തിൽ നിന്ന് തുടങ്ങി സൗത്തിൽ അവസാനിക്കും. മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ കാണിച്ചു. നോർത്തിൽ നിന്ന് തുടങ്ങി സൗത്തിൽ വന്നു, അത് തിരിച്ചെവിടേക്ക് എത്തും, നോർത്തിൽ എത്തും. അങ്ങനെ ഒരു സർക്കിൾ കംപ്ലീറ്റ് ആണ് ചെയ്യുന്നത്. ഇനി ഇവിടെ നമ്മളിങ്ങനെ വരച്ചു. അതിങ്ങനെ സർക്കിൾ ചെയ്ത് അവസാനം സൗത്തിൽ വരുന്നുണ്ട്. അപ്പോൾ സൗത്തിൽ വന്ന് അവസാനിക്കുന്നതാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫീൽഡ് ഒരു മാഗ്നറ്റിന് ചുറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഒരു സർഫസ് വരയ്ക്കുകയാണ്. ഇപ്പം ഞാനിവിടുത്തെ സർഫസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ സർഫസിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് വരുന്നുണ്ട്, അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വന്ന് പുറത്തേക്ക് പോയി, ഈ മാഗ്നറ്റിക് ഫീൽഡ് വന്ന് പുറത്തേക്ക് പോയി, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് വന്ന് പുറത്തേക്ക് പോയി, മാഗ്നറ്റിക് ഫീൽഡ് വന്ന് പോയി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റും. എത്ര മാഗ്നറ്റിക് ഫീൽഡ് വന്നു അത്ര തന്നെ മാഗ്നറ്റിക് ഫീൽഡ് വന്ന് പുറത്ത് പോയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഒരു ഏരിയയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പറയുന്ന പേരാണ് ഫ്ലക്സ്. അപ്പോൾ എന്താണ് ഫ്ലക്സ്? ഫ്ലക്സ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ ഏരിയ. ഒരു ഏരിയയിലൂടെ കടന്നു പോകുന്ന നമ്പർ ഓഫ് ലൈൻസ് ആണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിംഗ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നോർമലി ത്രൂ ഏരിയ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ്. ഇതിപ്പോൾ നമ്മൾ പറയുമ്പോൾ ഒരു 100% ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല, എങ്കിലും നമ്മൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ പറയാം. എന്നിട്ട് പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് മാഗ്നറ്റിക് ലൈൻസുകളാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, മാഗ്നറ്റിക് ലൈൻസുകൾ വന്നു, അത്ര തന്നെ മാഗ്നറ്റിക് ലൈൻസുകൾ പുറത്തുപോയി. അപ്പോൾ ഫ്ലക്സ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരു ഏരിയയിലൂടെ കടന്നു പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കുക എത്ര ഫ്ലക്സ് വന്നു. വന്ന ഇൻകമിങ് ഫ്ലക്സ് എന്ന് പറയുന്നത്, ഞാൻ ഇൻകമിങ് ഫ്ലക്സ് എന്ന് പറയുന്നതും പുറത്തു പോയത് ഔട്ട് ഗോയിങ് തുല്യമാണ്. ഔട്ട് ഗോയിങ് ഫ്ലക്സും തുല്യമാണ്. അപ്പോൾ അതിന് കാര്യം മനസ്സിലായി. വന്നതും പോയതും തുല്യമായതുകൊണ്ട് മൊത്തം ഇവിടെ ഉണ്ടായ ഫ്ലക്സ് ഇപ്പം എത്രയാണ്? അത് 0 ആണ്. എത്ര തന്നെ ഫ്ലക്സ് വന്നു അത്ര തന്നെ ഫ്ലക്സ് പോയതുകൊണ്ട് ടോട്ടൽ ഫ്ലക്സ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 0 കിട്ടും. വന്നത്ര തന്നെ ഫ്ലക്സ് അവിടെ നിന്ന് പോയതുകൊണ്ട് ഇവിടെ ഇപ്പം എത്ര, ഈ സർഫസുമായി ബന്ധപ്പെട്ട് എത്ര ഫ്ലക്സ് ഉണ്ട്? 0 ഫ്ലക്സ് ആണ് ഉള്ളത്. അതുകൊണ്ട് ടോട്ടൽ ഫ്ലക്സ് റിലേറ്റഡ് ആയിട്ട് സർഫസുമായി റിലേറ്റ് ചെയ്ത് വരുന്നത് 0 ആണ്. അപ്പോൾ നമ്മൾ മാത്തമെറ്റിക്കലി എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. നമുക്കറിയാൻ പറ്റും B.ds ആണ് ഫ്ലക്സ് കാണാനുള്ള ഫോർമുല. അതിനെന്ത് ചെയ്തു? നമ്മൾ മൊത്തം ഇൻ്റഗ്രേഷൻ ചെയ്തു. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0 ആണ്. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് ഓവർ എ സർഫസ്, ഇതൊരു ക്ലോസ് സർഫസ് ആണ്, കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0 ആണ്. അതേസമയത്ത് ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിൽ നമുക്ക് E.ds എന്ന് പറയുന്നത് 0 അല്ല. അതെന്താന്ന് കിട്ടിയിട്ടുണ്ട്? 1/E0 ടൈംസ് ചാർജ് എന്ന് കിട്ടിയിട്ടുണ്ട്. അത് 0 അല്ല. പക്ഷെ ഇവിടുത്തെ കേസിൽ എന്താണ്? 0 ആണ്. കാരണം എന്താണ്? ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രത്യേകത, അത് പുറപ്പെട്ടിട്ട് തിരിച്ച് ഒരു ലൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് അങ്ങനെയല്ല. പുറപ്പെട്ട് കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജിൽ നിന്ന് പുറത്തേക്കാണ് പോകുന്നത്, നെഗറ്റീവ് ചാർജിൽ വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നെറ്റ് ഫ്ലക്സ് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിൽ 0 അല്ല കിട്ടുക, അതൊരു വാല്യൂ കിട്ടും. പക്ഷേ ആ സമയത്ത് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ കേസിൽ 0 ആണ്. കാരണം അതൊരു ലൂപ്പ് ഫോം ചെയ്യുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് റിലേറ്റഡ് ടു സർഫസ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ചോദിച്ചു കഴിഞ്ഞാൽ 0 ആണ്. പക്ഷേ ഇലക്ട്രിക് ഫ്ലക്സ് 0 അല്ല എന്നുള്ള കാര്യം നോട്ട് ചെയ്യണം.